ഒല്ലൂരിലെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് മാലാഖയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതാണ് നാം ഈ വീഡിയോയിൽ കാണുന്നത്. മാലാഖ തൻ്റെ പള്ളിക്ക് ചുറ്റുമുള്ള ഓരോ അങ്ങാടിയിലൂടെയും സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളുടെ എല്ലാവിധ ദുഃഖങ്ങളും ക്ലേശങ്ങളും പീഡകളും അകറ്റി അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഈ പ്രദക്ഷിണത്തിന് ഏറ്റവും മുൻപിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊൻകുരിശുകളേന്തിയ ധാരാളം പേരെയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ നിയോഗങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുമ്പോൾ അവർ നേരുന്നതാണ് മാലാഖയുടെ പെരുന്നാളിനെ പൊൻകുരിശ് വഹിക്കാമെന്നുള്ളത്. നമ്മളൊരു സഹായിയും കൂടെ കൂട്ടുന്നുണ്ട്. കുരിശിന് പിന്നിലായി ഇടവകയിലെ കുടുംബ യൂണിറ്റിൻ്റെ നാമഹേതുക്കളായ പുണ്യവാന്മാരെ വഹിച്ചുകൊണ്ടുള്ള കൊടികളേന്തിയ കുടുംബ യൂണിറ്റ് പ്രതിനിധി അല്ലെങ്കിൽ ഭാരവാഹികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒല്ലൂര് ഒരു വലിയ ഇടവകയായതിനാലും ധാരാളം മേഖലകളുള്ളതിനാലും ധാരാളം കുടുംബ യൂണിറ്റുകളും ഒല്ലൂർ ഇടവകയിൽ ഉണ്ട്. തിരുനാളിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഓരോ കുടുംബ യൂണിറ്റും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. തെരുവീഥികളിലെ വർണ്ണാഭമായ കാഴ്ചകളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ഓരോ മേഖലാടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളെല്ലാം കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ സമസ്ത പ്രയത്നം കൊണ്ട് തന്നെയാണ് സഫലീകരിക്കുന്നത്. കുടുംബ യൂണിറ്റുകളുടെ കൊടികൾക്കു പിന്നിൽ വളരെ വർണ്ണാഭമായ മുത്തുക്കുടകൾ നമുക്ക് കാണാൻ സാധിക്കും. പല നിറത്തിലും പല വർണ്ണത്തിലും പല ഡിസൈനിലുമുള്ള മുത്തുക്കുടകൾ ഒല്ലൂർ ഇടവകയിലെ തന്നെ ആളുകളാണ് ഈ കുടകൾ പിടിച്ചിരിക്കുന്നത്. അതും പലരും പല നിയോഗം വെച്ചും ഈ കുടകൾ പിടിക്കുന്നത് സാധാരണ കാണാറുണ്ട്. വീട് പണി പൂർത്തിയാകുന്നതിനും അസുഖം മാറുന്നതിനും കടബാധ്യതകൾക്ക് ശമനമുണ്ടാകുന്നതിനും അങ്ങനെ പലതര ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിൻ്റെ ഭാഗമായും ചിലർ മുത്തുകുടകൾ ഏന്താറുണ്ട്. കാഴ്ചയ്ക്ക് വളരെ കൗതുകമേറിയ പലതരത്തിലുള്ള കുടകൾ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റത്തെ വെല്ലുന്ന വർണ്ണാഭമായ കുടകൾ നമുക്ക് ഈ പ്രദക്ഷിണ വേദിയിൽ കാണാൻ സാധിക്കും. ഗബ്രിയേൽ മാലാഖ, റഫായേൽ മാലാഖ, മിഖായേൽ മാലാഖ, കാവൽ മാലാഖ എന്നിങ്ങനെ 4 മാലാഖമാരെയാണ് നാം ഈ തിരുനാളിന് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ഒല്ലൂർ റാഫേൽ മാലാഖയുടെ പ്രത്യക്ഷമുള്ള പള്ളി ആയതിനാലാണ് ഇത് റഫായേൽ മാലാഖയുടെ പെരുന്നാളെന്ന് പറയുന്നത്. വാദ്യമേളങ്ങളുടെയും ബാൻഡ് സെറ്റുകളുടെയും അകമ്പടിയോടെയാണ് മാലാഖമാർ തൻ്റെ ഇടവകയിലെ തിരുവീതിയിലൂടെ തൻ്റെ ജനങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് മാലാഖയ്ക്ക് ചുറ്റുമുള്ളത്. ആളുകൾ തങ്ങളുടെ മനസ്സിലെ വ്യഥകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമെല്ലാം മാലാഖയുടെ മുന്നിൽ ഇറക്കി വയ്ക്കുന്നതും മാലാഖയുടെ ആ തിരുസ്വരൂപത്തിലേക്കുള്ള ഒരു നോട്ടം കൊണ്ടു തന്നെ അവർക്ക് ആത്മശാന്തി ലഭിക്കുന്നതും ഒരു പ്രത്യേകമായ അനുഭൂതി തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. മാലാഖമാർ നഗരവീഥിയിലൂടെ തെരുവീഥിയിലൂടെ തൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അരുളിക്കയേന്തി കൊച്ചച്ഛൻ മാലാഖയുടെ വരവറിയിക്കുന്നതിനായി ചെറിയൊരു
എല്ലാവർക്കും മാലാഖയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. മാലാഖയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുമിച്ചു പ്രാർത്ഥിക്കാം. നന്ദി.